ഈ അജ്മലിന്റെ കൂടെ ശ്രീകുട്ടി നടക്കുമ്പോൾ അജ്മൽ ശ്രീകുട്ടിയെ പെടുത്തിയതാണെങ്കിലും എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞാനും അതിനെ പിന്താങ്ങുന്നു. എനിക്കും അഭിപ്രായമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാരാന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കണ്ണടച്ചവന്റെ പേര് പറയും. അവനെക്കാട്ടിലും വിഷമാണ് ഈ ശ്രീകുട്ടി. വിളഞ്ഞ വിത്ത്. വിളഞ്ഞ വിത്ത് എന്നൊക്കെ പറയില്ലേ, ആ വിളഞ്ഞ വിത്താണ് ഇവള്. ഇവക്ക് കുതിരക്കാരൻ പോലെ. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. കുതിരക്കാരൻ സാധിക്കാത്തത് അജ്മലിന് സാധിച്ചു എന്നാണ് നാട്ടുകാരും ട്രോള്. അവളെ കണ്ടിട്ടേ അധികം ഓടിയ ലക്ഷണമില്ല. അതായത് ഒരു കുതിരക്കാരന്റെ കൂടെ പോയി ഒരു കുഞ്ഞുമായിട്ട് തിരിച്ചു വന്നു, പുല്ലു തിന്നുന്ന ക്ടാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. എന്നിട്ട് അതുപോലെ എന്നിട്ടിപ്പോ അജ്മലുമായിട്ട് കമ്പനി അടിച്ചു. വെടി, എന്തൊരു വെടി! അജ്മലുമായിട്ട് കമ്പനി അടിച്ചിട്ട് MDMA ലഹരി മരുന്ന് എല്ലാം ഇവരുടെ വീട്ടിൽ പാർട്ടി നടത്തുക. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. അജ്മലും സുഹൃത്തുക്കളും ഇവളുടെ വീട്ടിൽ രാത്രി വന്ന് പാർട്ടി നടത്തി രാവിലെ തിരിച്ചു പോവുക. ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതായത് കുതിരക്കാരനുമായിട്ട് ഇവരുടെ വിവാഹം നടന്നിരുന്നോ, ലിവിങ് ടുഗദർ ആയിരുന്നോ? പോവല്ലേ, പോയി ആരാ കെട്ടിക്കുന്നേ? പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി. വഴിതൂർ ഷാജിയാണ് പിതാവ്. ഷാജിയാണ് പിതാവ് എന്ന് പറയുമ്പോൾ ഷാജിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു സുരഭി. സുരഭി ശ്രീകുട്ടിയുടെ അമ്മയാണ്. അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. വേലക്കാരിയാണ്. വാനര ജന്മം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. നമ്മൾ വേലക്കാരിക്ക് ഒരു സുപ്രഭാതത്തിൽ ഗർഭം ഉണ്ടാകുന്നു. എന്റെ മാത്രം അധ്വാനം അല്ല മുതലാളി, ഇവളുടേത് കൂടിയാണ്. അങ്ങനെ ജനിച്ച കുഞ്ഞാണ്. പക്ഷെ അതാ നിനക്കൊരു നാണം, നാണിപ്പൂവനിന്ന് നേന്ത്രക്കൊല്ല വരുവാടാ. അതായത് വേലക്കാരിയായിട്ടുള്ള സുരഭിയില് ഷാജിക്കുണ്ടായ മകളായിട്ടുള്ള എന്താ അവരുടെ പേര്, ശ്രീകുട്ടി. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി